വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് നടന്ന സ്വർണ്ണ കവർച്ചയിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രന് ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് കഴക്കൂട്ടം NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ. വികസനവും വിശ്വാസ സംരക്ഷണവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ ജനം മാറ്റത്തിന് തയ്യാറെടുക്കുന്നുവെന്നും മുരളീധരൻ ജനം TVയോട് പറഞ്ഞു. സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വി മുരളീധരൻ്റെ പ്രചരണം തുടരുകയാണ്. സമസ്ത മേഖലകളിലും വി മുരളീധരൻ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോടൊപ്പം ചോദിക്കാം. വലിയ ആവേശമാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തീർച്ചയായിട്ടും കഴക്കൂട്ടം മണ്ഡലത്തിൽ ജനങ്ങൾ ഒരു മാറ്റത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായിരുന്ന ജനപ്രതിനിധി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വികസനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പോരായ്മകൾ പറയാനുണ്ട്. കാരണം ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങളാണ് ഈ മണ്ഡലത്തിലുടനീളമുള്ളത്. റോഡുകളുടെ കാര്യത്തിലും പൊട്ടിപ്പൊളിഞ്ഞ നിരവധി റോഡുകൾ ഈ മണ്ഡലത്തിലുണ്ട്. അതോടൊപ്പമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിന് കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമായും മണ്ഡലത്തിലെ വികസന മുരടിപ്പ് തന്നെയല്ലേ ചർച്ചയാകുന്നത്? BJP ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് വികസന മുരടിപ്പാണ്. പക്ഷേ അതേസമയത്ത് വികസനവും വിശ്വാസ സംരക്ഷണവും ഇത് രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ നീങ്ങുന്നത്. വിശ്വാസ സംരക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയായ പേരാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര്. എന്നാൽ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലൊന്നും ഒരു തവണ മാത്രം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുള്ളൂ. തുടർന്നൊരു ഘട്ടത്തിലും അങ്ങനെ ആ പേര് ഉയർന്നു കേൾക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്നും വെട്ടിമാറ്റപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇടപെടലുകൾ നടന്നിട്ടുണ്ടാകുമെന്ന് തന്നെയല്ലേ? അല്ല, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ അത് SIT തന്നെ അത് വളരെ രഹസ്യമാക്കി വെച്ചു. മറ്റെല്ലാവരെയും ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ നമ്മുടെ തന്ത്രി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പരസ്യമായി എല്ലാ മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ടാണ് നടന്നത്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മാധ്യമങ്ങളടക്കം അറിയുന്നത്. അപ്പോൾ അതിനർത്ഥം അതിലൊരു ഒത്തുകളി എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതലുള്ള ഘട്ടത്തിൽ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് അതായത് വർഗീയ ശക്തികളുമായി കൂട്ടുപിടിച്ചുകൊണ്ടൊരു സമീപനം. അത് വലതു മുന്നണികൾ അത് സ്വീകരിക്കുന്നു. നേരത്തെ ദേശീയ അധ്യക്ഷനടക്കം ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഭീകരവാദ ശക്തികൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ നൽകുന്ന സമീപനം, ആ സമീപനമാണ് LDFും UDFും കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഭീകരവാദികളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് 2 കൂട്ടർ മത്സരിക്കുന്ന സാഹചര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. BJPയുടെ വളർച്ച വലിയ ഭീതിയോടുകൂടി കാണുന്നു അല്ലേ? അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ വർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കുകയും ഇത്തരം നീക്കങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത്. നാട്ടിൽ വികസനം സൃഷ്ടിക്കാൻ സാധിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് എന്നുള്ളത് ഇന്ന് രാജ്യവ്യാപകമായിട്ട് തന്നെ അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിനെ തടയാൻ വേണ്ടി ഭീകരവാദികളെ കൂട്ടുപിടിച്ചതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും തിരിച്ചറിയും. എന്തായാലും ഇനി കൊട്ടിക്കലാശമാണ് നടക്കാൻ പോകുന്നത്. അതിനുശേഷം പോളിംഗ് ബൂത്തിലേക്ക് വലിയ ആത്മവിശ്വാസം, അതോടൊപ്പം തന്നെ വലിയ ആവേശമുണ്ടല്ലേ? തീർച്ചയായിട്ടും ജനങ്ങൾ മാറ്റത്തിന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മാറ്റം NDAക്ക് അനുകൂലമായിട്ടായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ ആവേശമാണ് വി മുരളീധരൻ പങ്കുവയ്ക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടാകുമ്പോൾ അത് കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നും ഉണ്ടാകും എന്നുകൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഒരു MLA ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് കൂടി ഉണ്ടാകും എന്ന വിശ്വാസവും കൂടി ആത്മവിശ്വാസം കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. പ്രചരണം വലിയ രീതിയിൽ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.